നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് ഉപരോധത്തിനു പിന്നിലെ സൂത്രധാരൻ അലിറേസ തങ്സിരി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഒന്നടങ്കം, പ്രത്യേകിച്ച് ഇറാന്റെ ശത്രു രാജ്യങ്ങളെ ഒന്നടങ്കം വലിയ പ്രതിസന്ധിയിലാക്കിയതാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചത്. അതിന് പിന്നിലെ സൂത്രധാരനെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ നടന്ന വ്യോമാക്രമണം, ഈ ആക്രമണത്തിൽ തങ്സിരി കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇറാൻ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇറാനോ IRGCയോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. തങ്സിരിയുടെ കൊലപാതകം ക്രൂഡ് ഓയിലും വാതകവും കടത്തിവിടുന്ന ഹോർമുസിനെ യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. ഉപരോധം, ഇന്ധനവില വർധന, US-നെ പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കൽ എന്നിവയ്ക്ക് സ്വന്തം നാട്ടിൽ വിമർശനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇതോടെയാണ് ട്രംപ് ശ്രദ്ധ ഹോർമുസിലേക്ക് തിരിച്ചത്. അതേസമയം തങ്സിരിയുടെ മരണം ഹോർമുസ് ഉപരോധം നീങ്ങാൻ കാരണമാകുമോ എന്നൊരു ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവ്. കാരണം ഇറാന്റെ സൈനിക ഘടന വ്യക്തികളെ ആശ്രയിച്ചല്ല, മറിച്ച് പല രീതിയിലുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ കൊല്ലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്കിന് ഏർപ്പെടുത്തിയ ഉപരോധം മാറ്റാൻ അല്ലെങ്കിൽ മാറും എന്ന് പ്രതീക്ഷിക്കുക, അത്തരത്തിലൊരു പ്രതീക്ഷയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിനം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ദിവസങ്ങൾക്ക് ശേഷം ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയും കൊല്ലപ്പെട്ടിട്ടും പകരം സംവിധാനങ്ങൾ വേഗത്തിൽ നിലവിൽ വന്നിരുന്നു. ഇവരുടെ മരണം യുദ്ധശ്രമങ്ങളെ അല്ലെങ്കിൽ ബാധിക്കില്ല എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. ഇറാൻ ഒരു ഡിഫൻസ് തന്ത്രമുണ്ട്. അത് മൊസായിക് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതനുസരിച്ച് യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിക്കണമെന്ന് തീരുമാനിക്കാൻ ഇറാന് സാധിക്കുമെന്നും അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾക്കായി ഇറക്കുമതിയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. പ്രതിദിനം 5 മുതൽ 6 ദശലക്ഷം ബാരൽ എണ്ണ ഇന്ത്യക്ക് ആവശ്യമാണ്. ഇതിൽ ഏകദേശം 40% വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി. ഹോർമുസ് തുറക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറെ നിർണായകം. എണ്ണവില ശരാശരി $85 തുടർന്നാൽ പോലും ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൽ 0.5% കുറവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത്. വില $100 ആഘാതം 1%. സപ്ലയർമാരുടെ എണ്ണം 27-ൽ നിന്ന് 41 വർദ്ധിപ്പിച്ചും തന്ത്രപ്രധാനമായ കരുതൽ ശേഖരം ഉപയോഗിച്ചും പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തടസ്സം അത് വലിയ തിരിച്ചടിയായി മാറും.